നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. കിങ്സ് കപ്പ് ഓഫ് ചാമ്പ്യൻസിന്റെ റൗണ്ട് ഓഫ് 32-ൽ അൽ നസറിന് വിജയം. 1-നെതിരെ 2 ഗോളുകൾക്ക് അൽ ഹസമിനെയാണ് അവർ പരാജയപ്പെടുത്തിയത്. കളിയുടെ അവസാന ഘട്ടത്തിലാണ് അൽ നസർ ബൗഷലിലൂടെ വിജയ ഗോൾ കണ്ടെത്തുന്നത്. അൽ നസറിനായിട്ട് ബൗഷലിനെ കൂടാതെ സാദിയോ മാനെയാണ് ഗോൾ അടിച്ചത്. മറുഭാഗത്ത് അൽ ഹസമിന്റെ ഗോൾ അൽ സയ്യാലിയുടെ വകയായിരുന്നു. മത്സരത്തിൽ അൽ നസറിനായിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കാൻ ഉണ്ടായിരുന്നില്ല. ആദ്യ 11-ൽ സാദിയോ മാനയും ആൻഡേഴ്സൺ ടാലിസ്കയും ഒരുമിച്ചിറങ്ങിക്കൊണ്ടാണ് മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയുടെ ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് സാദിയോ മാനയിലൂടെ അൽ നസർ ലീഡ് എടുത്തതാണ്. പക്ഷെ 62-ാമത്തെ മിനിറ്റിൽ അൽ സയ്യാലിയിലൂടെ അൽ ഹസം ഒപ്പം പിടിച്ചു. പിന്നീട് കളി അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പ് ഇഞ്ചുറി ടൈമിലാണ് ബൗഷല് അൽ നസറിന്റെ വിജയ ഗോൾ കണ്ടെത്തുന്നത്. ഏതായാലും മത്സര ശേഷം ആൻഡേഴ്സൺ ടാലിസ്കയുടെ പരിക്ക് അൽ നസറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്കയായിട്ട് മാറിയിട്ടുണ്ട്. അദ്ദേഹം കാൽ തുടക്ക് പരിക്കേറ്റു എന്നാണ് കംപ്ലൈന്റ് ചെയ്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് വരുന്ന റിപ്പോർട്ട് ഇങ്ങനെയാണ്: ടാലിസ്കക്ക് ഒരു മസിൽ ഇഞ്ചുറിയാണ് സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മസിലിന് പെയിൻ ഉണ്ട് എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ടാലിസ്കക്ക് ഇന്ന് കൂടുതൽ മെഡിക്കൽ ടെസ്റ്റുകൾ നടത്തും. അതിനുശേഷം എത്ര നാൾ അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരും എന്നുള്ള കാര്യം നിർണ്ണയിക്കും എന്നുള്ള റിപ്പോർട്ട് കൂടി ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ ഇനി ഒഫീഷ്യലായിട്ട് അറിയേണ്ടതുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.